നമസ്കാരം. ഇന്ന് കുർമാൽ കുന്നിലെ ആയുർജാക് ഫാമിൽ വന്ന അതിഥി ജോസ് ചിറ്റിലപ്പള്ളി അവറുകളാണ്. ഇദ്ദേഹം തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുരിയാട് ഡിവിഷൻ മെമ്പറാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. ആയുർജാക് ഫാമിൽ വന്ന് ഇദ്ദേഹം ഇത് 4 പ്ലേറ്റിൽ ചക്ക പഴുത്ത് വെച്ചേക്കാണ്. 4 തരം ചക്കയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ വെച്ച് മുറിച്ച് അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടാണ്. ഇനി ജോസ് ചിറ്റിലപ്പള്ളി അവറുകളുടെ ഈ കുർമാൽ കുന്നിലെ ആയുർജാക് ഫാമിനെ കുറിച്ചും ഇവിടെ ഉണ്ടായ വിവിധങ്ങളായ ചക്ക കഴിച്ച കാര്യങ്ങളെക്കുറിച്ചും 115 ഇനം പ്ലാവിനങ്ങൾ നമ്മുടെ ഫാമിലുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രമിക്കാം. ഞാൻ ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന കാര്യസമിതി യോഗമായിരുന്നു കാലത്ത്. അടുത്ത ഒരു വർഷത്തെ പദ്ധതി രൂപീകരിക്കാനുള്ള ചർച്ചകളായിരുന്നു അവിടെ വെച്ച് നടന്നത്. അങ്ങനെ ചർച്ചകൾക്കിടയിലാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരുപാട് ഫാമുകളുണ്ട്. ആ ഫാമുകളുടെ ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. അങ്ങനെ ചർച്ചകൾക്കിടയിലാണ് ഈ ആയുർജാക്ക് എന്ന് പറഞ്ഞ വിഷയം എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് തന്നെ. എന്നാൽ പിന്നെ ഞാൻ കരുതി ഉച്ചയ്ക്ക് യോഗം കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ഈ ആയുർജാക്കിൻ്റെ കേന്ദ്രം ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്പർ എടുത്ത് നമ്മുടെ ആയുർജാക്കിൻ്റെ ആളെന്ന് വിളിച്ചു. നമ്മുടെ വറീസാറിനെ വിളിച്ചപ്പോൾ വറീസാറിന് അവിടെ ഇല്ല, നിങ്ങൾ വന്നോളൂ, ഞാൻ അപ്പോഴേക്ക് എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തും ഷാനവാസും കൂടി ഇവിടെ വന്നു. ഞാൻ ഈ ആയുർജാക്കിനെ പറ്റി പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട്, ചില ജേണലുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് വായിച്ചത് കേട്ടതൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. അതിനും അപ്പുറത്ത് ഒരു വിസ്മയത്തിൻ്റെ ലോകമാണ് ഇവിടെയുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള ലോകം. ഏക്കർ കണക്കിന് സ്ഥലത്ത് വിവിധ വെറൈറ്റികളിൽപ്പെട്ട പ്ലാവും തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. മിക്കവാറും പ്ലാവിൽ ചക്ക ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. എനിക്കുണ്ടായൊരു ഭാഗ്യം പ്രത്യേകിച്ച് വന്നപ്പോൾ അവിടെ ഒരു കുരു പൊട്ടിമുളച്ച് പുതിയൊരു പ്ലാവ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ചക്ക വെറുതെ തട്ടി നോക്കിയപ്പോൾ അത് പഴുത്തു. അത് ഇട്ട് നോക്കി, അത് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ റെഡ് ജാക്ക് പഴുത്ത് നിൽക്കണുണ്ട്. ആ റെഡ് ജാക്കും ദേ കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി അതും ദേ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇവിടെ വെച്ച് തന്നു. അങ്ങനെ 4 ഇനം ചക്ക ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അത് പ്ലാവുമെന്നിട്ട് അത് പൊളിച്ച് അത് കഴിക്കാനും അതിൻ്റെ വ്യത്യസ്തതകൾ അനുഭവിക്കാനും ഉള്ളൊരു അവസരം ലഭിച്ചു. ഈ 4 ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന 4 ഐറ്റം ഉണ്ടല്ലോ, ഈ 4 എണ്ണം 4 തരത്തിലുള്ള രുചികളാണുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ ഫ്ലേവറ്, കളറ്, അതുപോലെ തന്നെ മധുരത്തിൻ്റെ വേരിയേഷൻസ്, ഇതൊക്കെ ഈ 4നും വ്യത്യസ്തമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം, ഇതുപോലെ ഏകദേശം 126ഓളം ഇനം 115ഓളം ഇനം പ്ലാവുകൾ ഈ കൂടാരത്തിനകത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയൊരു കുന്നിൻ ചെരുവാണ്. ആ കുന്നിൻ ചെരുവിൽ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം, ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ നിന്ന് പോവില്ല. കാരണം കുന്നിൻ ചെരുവിൽ ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്ന വഴിക്ക് ഇങ്ങനെ തട്ടാക്കി തിരിച്ച് ഓരോ തട്ടിൽ നിന്നും വെള്ളം കാനകളിലേക്ക് വിട്ട് അവിടെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമാണ് ഇത്രയും വലിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജലസംരക്ഷണം, അതുപോലെ തന്നെ വിവിധ സ്പീഷീസിലുള്ള 100 ചില്ലാൻ സ്പീഷീസിലുള്ള വിവിധ പ്ലാവുകളുടെ വലിയൊരു സങ്കരം തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഒരു വർണ്ണപ്രപഞ്ചമാണ് ഇവിടെ. ഈ നമ്മുടെ പ്രകൃതിയെ ഇനി ഞാൻ ആദ്യം വിചാരിച്ചു ചക്ക മാത്രം ഇവിടെ ഉള്ളതെന്ന് വിചാരിച്ചിരുന്നത്. ചക്ക മാത്രമല്ല, പിന്നീട് നമുക്ക് കുറ്റ്യാടി ഇനത്തിലുള്ള നല്ല കരുത്തുള്ള തെങ്ങും തൈകൾ, അതുപോലെ ഒരുപാട് മറ്റു ഫലവൃക്ഷ തൈകളൊക്കെ ഇവിടെ സമ്പന്നമായിട്ട്